സദൃശ്യവാക്യങ്ങൾ അധ്യായം 5. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ മകനെ, എൻ്റെ വിജ്ഞാനം ശ്രദ്ധിക്കുക, എൻ്റെ വചനത്തിനായി നിന്റെ ചെവി ചായിക്കുക. അങ്ങനെ നീ വിവേചന ബുദ്ധിയെ കരുതും. നിന്റെ അധരങ്ങൾ അറിവിനെ സംരക്ഷിച്ചുകൊള്ളും. പരസ്ത്രീയുടെ അധരങ്ങൾ തേനൊഴുക്കുന്നു, അവളുടെ വായ് എണ്ണയേക്കാൾ മൃദുലവുമാകുന്നു. അവസാനത്തിലോ കാഞ്ഞിരം പോലെ കയ്പുള്ളതും അവൾ ഇരുവായ്ത്തലയുള്ള വാളുപോലെ മൂർച്ചയേറിയവളാകുന്നു. അവളുടെ കാലുകൾ മരണത്തിലേക്കാണ് ഇറങ്ങുന്നത്, അവളുടെ പാദങ്ങൾ ജീവനിലേക്ക് ചെല്ലുന്നില്ല. അവളുടെ വഴി പിഴച്ചതാകുന്നു. ആകയാൽ മക്കളെ, ഇപ്പോൾ എനിക്ക് ചെവി തരിക. എൻ്റെ വായിലെ വചനങ്ങളിൽ നിന്ന് നീ മാറിപ്പോകരുത്. അവളിൽ നിന്നും നിന്റെ പാത ദൂരത്താക്കുക. അവളുടെ വീടിൻ്റെ വാതിൽ വരെ പോലും പോകരുത്. നിന്റെ ശക്തി നീ അന്യർക്ക് കൊടുത്തു കളയരുത്. നിന്റെ ആണ്ടുകൾ കൂരനും കൊടുക്കരുത്. നിന്റെ പ്രയത്ന ഫലം കൊണ്ട് വല്ല അന്യരും സംതൃപ്തരാകാനിടയാക്കരുത്. നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം വല്ലവൻ്റെയും വീട്ടിലും ആയിപ്പോകാനിടയാകരുത്. അവസാനം നിന്റെ മാംസവും ശരീരവും ക്ഷയിച്ചിട്ട് ഞാൻ എത്രയധികം പ്രബോധനം വെറുത്തു. എൻ്റെ ഹൃദയം ശാസനയെ അവഗണിക്കുകയും ചെയ്തു. എൻ്റെ ഗുരുക്കന്മാരുടെ ശബ്ദം ഞാൻ അനുസരിച്ചില്ല. എനിക്ക് നിർദ്ദേശം തന്നവർക്ക് എൻ്റെ ശ്രദ്ധ കൊടുത്തുമില്ലല്ലോ. സഭയുടെയും സമൂഹത്തിൻ്റെയും മധ്യത്തിൽ ഞാൻ മിക്കവാറും എല്ലാ തിന്മയും ചെയ്തല്ലോ എന്ന് നീ അവസാനം കരഞ്ഞു പറയുവാനിടയാകരുത്. നിന്റെ സ്വന്തം ഉറവിൽ നിന്ന് ജലവും നിന്റെ സ്വന്തം കിണറ്റിൽ നിന്നും സ്വച്ഛജലവും കുടിക്കുക. നിന്റെ ഉറവിടങ്ങൾ വെളിയിലേക്കും നിന്റെ ജലനദികൾ തെരുവുകളിലേക്കും ഒഴുകി പോകണമോ? അവ നിന്റേതും മറ്റുള്ളവരുടേതുമാകാതെ നിന്റെ മാത്രം സ്വന്തമായിരിക്കട്ടെ. നിന്റെ ഉറവ് അനുഗ്രഹീതമായിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയുമൊത്ത് നീ ആനന്ദിച്ചു കൊള്ളുക. വാത്സല്യമുള്ള മാനിനെ പോലെയും മാൻപേട പോലെയും അവൾ നിനക്കായിരിക്കട്ടെ. എല്ലാ സമയത്തും അവളുടെ പ്രേമം നിന്നെ സംതൃപ്തനാക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എപ്പോഴും ആകൃഷ്ടനായിരിക്കുക. എൻ്റെ മകനെ, നീ ഒരു പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും ഒരന്യ സ്ത്രീയുടെ ആറിടം ആലിംഗനം ചെയ്യുന്നതും എന്തിന്? മനുഷ്യൻ്റെ വഴികളെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. അവൻ്റെ നടപ്പെല്ലാം താൻ ഓർമ്മ വയ്ക്കുന്നു. ദുഷ്ടനെ അവൻ്റെ അകൃത്യങ്ങൾ തന്നെ പിടിക്കും. അവൻ്റെ പാപങ്ങളാകുന്ന പാശങ്ങളാൽ അവൻ പിടിച്ചു കെട്ടപ്പെടും. പ്രബോധനം കേൾക്കാതെ അവൻ മരിക്കും. അവൻ്റെ ഭോഷത്താധിക്യത്താൽ അവൻ വഴി തെറ്റും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.